നമസ്കാരം. ലാൽ ജോസ് സംവിധാനം ചെയ്ത സിനിമയായ അറബിക്കഥയിലെ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ക്യൂബ മുകുന്ദൻ എന്ന കഥാപാത്രത്തെ നമുക്ക് മറക്കാൻ കഴിയുകയില്ല. എപ്പോഴും ക്യൂബയെക്കുറിച്ച് സ്വപ്നം കാണുന്ന, ഫിഡൽ കാസ്ട്രോയെ തൻ്റെ നേതാവായി കാണുന്ന ഇതിലെ ക്യൂബ മുകുന്ദൻ ശരിക്കും പറഞ്ഞാൽ ഒരു പരിഹാസ കഥാപാത്രമാണോ അതല്ല അത് ഗൗരവക്കാരനാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും ഈ സിനിമ കാണുമ്പോൾ. ക്യൂബ എപ്പോഴും മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ഒരുപാട് പേരൊന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അവരറിയാൻ വേണ്ടിയുള്ളൊരു പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇറാനിലെ ദൗത്യം പൂർത്തിയാക്കില്ല. അതായത് ഇറാനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ തൻ്റെ അടുത്ത ലക്ഷ്യം ക്യൂബയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ ഒരു ഫുട്ബോൾ ലീഗിലെ അംഗങ്ങളുമായി സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. മിയാമി ഫുട്ബോൾ ക്ലബ്ബുകാരുമായി വൈറ്റ് ഹൗസിൽ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ട്രംപ് പറഞ്ഞത് ഇറാനിലെ ദൗത്യം പൂർത്തിയാക്കിയാൽ എൻ്റെ അടുത്ത ലക്ഷ്യം ക്യൂബയാണ് എന്നാണ്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒരുപാട് ക്യൂബക്കാർ ഇപ്പോൾ അമേരിക്കയിൽ താമസിക്കുന്നുണ്ട്. അവരിൽ പലർക്കും അവരുടെ നാട്ടിലേക്ക് പോയി താമസിക്കണം എന്നുള്ള അതിയായ ആഗ്രഹവുമുണ്ട്. പക്ഷേ അവിടുത്തെ സ്ഥിതിഗതികളനുസരിച്ച് അവിടെ താമസിക്കാൻ അത്ര സുഖമുള്ളൊരു അവസ്ഥയുമല്ല. അതുകൊണ്ട് തന്നെ ക്യൂബയിലേക്ക് അവർക്കൊക്കെ മടങ്ങി പോകുന്നതിനുള്ള ഒരു അവസരം താൻ ഒരുക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം താൻ അടുത്ത് ക്യൂബ പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ്. വെനിസ്വേലയിൽ അവിടുത്തെ സർക്കാരിനെ അട്ടിമറിച്ച് പ്രസിഡൻ്റായിരുന്ന മഡുറോയെ തടവിലിട്ട് ഇപ്പോൾ അവിടെ പാവ സർക്കാരിനെ സ്ഥാപിച്ചിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ക്യൂബ പിടിക്കുക എന്നുള്ളത് എക്കാലത്തെയും അദ്ദേഹത്തിൻ്റെ ഒരു മോഹമാണ്. ക്യൂബയിലെ കാര്യം ഇപ്പോൾ വളരെ ദയനീയമായൊരവസ്ഥയിലാണുള്ളത്. അവിടെ സാമ്പത്തികമായി തകർന്നു തരിപ്പണമായ രീതിയിലാണ്. തലസ്ഥാനമായ ഹവാനയിൽ പോലും അവിടെ വേസ്റ്റ് എടുക്കാൻ പോലും ആളില്ലാത്തൊരവസ്ഥയാണ്. തലസ്ഥാന നഗരം പോലും ചീഞ്ഞു നാറുന്ന അനാരോഗ്യകരമായ രോഗങ്ങൾ പടരുന്നൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അവിടുത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. മാത്രമല്ല വെനിസ്വേലയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി ഇനി ക്യൂബയ്ക്ക് ആഗ്രഹിക്കേണ്ട കാര്യമില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയോടെ ചെയ്തതോടെ അവിടെ വാഹനങ്ങൾക്ക് ആംബുലൻസിന് പോലും സർവീസ് നടത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ കണക്കിലെടുത്ത് വളരെ കൃത്യമായി ക്യൂബയെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ക്യൂബയും ഒരുപാട് ധാതു സമ്പത്ത് ഉള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ക്യൂബയെ കൂടെ ഇനി കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ അവിടുത്തെ ധാതു സമ്പത്ത് കൂടി തങ്ങൾക്ക് സ്വന്തമാക്കാം എന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. ഇറാൻ സംഘർഷത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇറാൻ ഇപ്പോൾ തങ്ങളുമായി ചർച്ച നടത്തണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷേ അവരല്പം വൈകിപ്പോയി എന്നാണ്. അത് ഇനി ചർച്ച നടത്താൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. തൻ്റെ വിദേശകാര്യ സെക്രട്ടറിയായ മാർക്കോ റുബിയോ വളരെ നല്ല ജോലി തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും വളരെ കൃത്യമായി ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്നുള്ളൊരു സൂചന തന്നെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ നൽകിയിരിക്കുന്നത്. പണ്ട് മുതലേ തന്നെ ക്യൂബയും അമേരിക്കയും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല. ക്യൂബയിലെ ഭരണകർത്താവായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ഫിഡൽ കാസ്ട്രോയുമായി അമേരിക്ക നിരന്തരം ഏറ്റുമുട്ടലിലായിരുന്നു. ഫിഡൽ കാസ്ട്രോയെ പലതവണ അമേരിക്കൻ ചാരസംഘടനയെ CIA വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചുവെന്നും പല രീതിയിൽ വധിക്കാൻ ശ്രമിച്ചുവെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ പണ്ടും നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഒക്കെ തന്നെ നിരന്തരം നടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. പക്ഷേ ഫിഡൽ കാസ്ട്രോ ഉണ്ടായിരുന്ന കാലത്ത് ക്യൂബയിൽ കുറച്ചുകൂടി സാമ്പത്തിക സ്ഥിതി തന്നെ മെച്ചപ്പെട്ട ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിൽക്കാലത്താകട്ടെ ക്യൂബ സാമ്പത്തികമായും എല്ലാ മേഖലകളിലും തകർന്ന് തരിപ്പണമായ ഒരു രാജ്യമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് അവരുടെ സുന്ദര സ്വപ്നങ്ങളിൽപ്പെടുന്ന ഒരു രാജ്യമാണ് ക്യൂബ. അവിടെ സോഷ്യലിസമുണ്ട്, അവിടെ എല്ലാവർക്കും സ്ഥിതി സമത്വമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അവിടുത്തെ ജനങ്ങൾ ശരിക്കും പട്ടിണിയും ദുരിതവും കാരണം നട്ടം തിരിയുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. നേരത്തെ ട്രംപ് കാനഡയും തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഒരുപക്ഷെ ക്യൂബയെയും തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാക്കാൻ തന്നെയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നതെന്ന് പറയുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെയൊക്കെ തന്നെ ട്രംപ് നേരത്തെയും തൻ്റെ സൈനിക ശക്തി ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും അവരൊക്കെ തന്നെ അമേരിക്കയോട് കൂട്ടിച്ചേർക്കുമെന്ന് അദ്ദേഹം നിരന്തരം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓരോരോ രാജ്യങ്ങളും പണ്ട് രാജാക്കന്മാർ ചെയ്യുന്ന പോലെ കീഴടക്കി കൊണ്ടുവരുന്നൊരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ക്യൂബയെയും താൻ കീഴടക്കും എന്നുള്ള ട്രംപിൻ്റെ ഈ ഒരു ഭീഷണി ശരിക്കും ക്യൂബയെ വല്ലാതെ ഭയപ്പെടുത്തുമെന്നുള്ള ഉറപ്പാണ്. കാരണം പെട്ടെന്ന് ഒരു ആക്രമണം നടത്തി ക്യൂബയെ ട്രംപ് കീഴടക്കിയാൽ ആർക്കും അതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് ട്രംപിന് നന്നായിട്ട് അറിയാം. നിലവിലെ ഒരു ലോകക്രമം അനുസരിച്ച് ട്രംപ് വെനിസ്വേല പിടിച്ചെടുത്തിട്ട് പോലും ആരും പ്രതികരിക്കാനുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ക്യൂബയും. കാരണം ക്യൂബ ഇപ്പോൾ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിരിക്കുന്ന രാജ്യമാണ്. അവിടെ നല്ല സർക്കാർ പോലുമില്ല. അപ്പോൾ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് എങ്ങനെ ക്യൂബയെയും തൻ്റെ കൂടെ നിർത്താം അല്ലെങ്കിൽ തനിക്ക് കീഴടക്കാം എന്നുള്ള ചിന്തയിലാണ് ട്രംപ്. അതിപ്പോൾ അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു എന്നുള്ളത് മാത്രമാണ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം.